ടി.വി.കെ വന്നത് ക്ലീൻ പൊളിറ്റിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ നടത്തുന്നത് ഡേർട്ടി പൊളിറ്റിക്സ്. രൂക്ഷമായി വിമർശിച്ച എം.കെ. സ്റ്റാലിൻ. ടി.വി.കെയെ രൂക്ഷമായി വിമർശിച്ച് ഡി.എം.കെ. ടി.വി.കെ നടത്തുന്നത് ഡേർട്ടി പൊളിറ്റിക്സ് ആണെന്ന ഡി.എം.കെ വിമർശനം ഉന്നയിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി ഒരു വിഭാഗം അണ്ണാ ഡി.എം.കെ എം.എൽ.എമാർ വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രംഗത്തെത്തിയത്. അണ്ണാ ഡി.എം.കെ എം.എൽ.എമാരെ വിലയ്ക്ക് വാങ്ങിയാണ് പിന്തുണ ഉറപ്പിച്ചത്. ശുദ്ധമായ പാർട്ടിയാണ് ടി.വി.കെ എന്നായിരുന്നു അവകാശവാദം. എന്നാൽ എം.എൽ.എമാരെ തൂക്കുന്ന കക്ഷിയാണ് ടി.വി.കെ എന്നും എം.കെ. സ്റ്റാലിൻ കുറിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കവും ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സ്റ്റാലിൻ പറഞ്ഞു. എ.ഡി.എം.കെ അംഗങ്ങളെ പിളർത്തിയതിന് പ്രതിഫലമായി എന്താണ് നൽകാൻ പോകുന്നതെന്നറിയാൻ ജനം കാത്തിരിക്കുകയാണ്. വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ ഏറെ വേദനിക്കുകയാണ്. ഭരണകക്ഷിയുടെ ആദ്യ നടപടികൾ അനാരോഗ്യകരമായ രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. ടി.വി.കെ വിജയം ബി.ജെ.പിക്ക് ഗുണകരമാകുമോ? തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ് എന്ന മുഖ്യമന്ത്രി ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ ദിവസങ്ങളോളം മറ്റു പാർട്ടികളുടെ തീരുമാനം വരാൻ കാത്തിരിക്കേണ്ടി വന്ന വിജയ് 144 പേരുടെ പിന്തുണയോടെ അനായാസ വിജയം നേടി. അണ്ണാ ഡി.എം.കെയിലെ വേലുമണി വിഭാഗത്തിലെ 25 വോട്ടുകൾ കൂടി നേടിയാണ് വിജയ് ഭൂരിപക്ഷം ഉയർത്തിയത്. അണ്ണാ ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പക്ഷത്തിലെ 22 പേർ വിജയ്ക്കെതിരെയും വോട്ട് ചെയ്തു. ഇതോടെ എടപ്പാടി പക്ഷവും മുഖ്യ പ്രതിപക്ഷമായ ഡി.എം.കെയും സഭയിൽ തന്നെ വിജയ്ക്കെതിരെ രംഗത്ത് വന്നു. കുതിര കച്ചവടമാണ് സംശുദ്ധ രാഷ്ട്രീയം പറഞ്ഞുവന്ന ടി.വി.കെ നടത്തുന്നതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോത്സ്യൻ രാധൻ പണ്ഡിറ്റിനെ നിയമിച്ച നടപടിയിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ടി.വി.കെക്ക് പിൻവലിക്കേണ്ടി വന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറി മറിയുന്നുവെന്നാണ് ടി.വി.കെയുടെ ജയവും അധികാരാരോഹണവും സൂചിപ്പിക്കുന്നത്. ടി.വി.കെക്കൊപ്പം ചേർന്ന കോൺഗ്രസിന്റെയും ഒരു സീറ്റിലേക്ക് വീണ ബി.ജെ.പിയുടെയും തമിഴ്നാട്ടിലെ സാധ്യതകളെയും അത് സ്വാധീനിക്കും.